ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ട് ഇങ്ങനെയുണ്ടല്ലോ: വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലേ. ആമേൻ, സ്തോത്രം. നമ്മുടെ ഓരോരുത്തരും എങ്ങനെ ഇരുന്നാലും നമ്മുടെ വക്കുടഞ്ഞോട്ടെ. നമുക്ക് ചിലപ്പോൾ വൈകല്യങ്ങളുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പല രീതി കുറവുകൾ പലരും പറഞ്ഞിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നമ്മളെ ഓരോരുത്തരും വല്ലഭൻ തൊട്ട മണ്ണാണ് നമ്മൾ ഓരോരുത്തരും. അതായത് നല്ല കുശവനായ യേശുക്രിസ്തുവിൻ്റെ കൈക്കീഴിൽ അല്ലെങ്കിൽ കയ്യിൽ നിർമ്മിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതിനാസ്പദമാക്കി ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. ഇരിമിയാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം കാണുന്നുണ്ടല്ലോ. അതായത് കർത്താവായ യേശുക്രിസ്തു അതായത് നമുക്കറിയാം, ഇരിമിയാവിനോട് പറയാണ്, നീ കുശവന്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഇരിമിയാവ് പോയപ്പോൾ ആ വീട്ടിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച നമുക്ക് അവിടെ കാണാം, അല്ലേ? കുശവൻ എന്താണ്, ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുശവന് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്നാണല്ലോ നമ്മൾ അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു തൻ്റെ കയ്യിൽ സൃഷ്ടിച്ച വ്യക്തികളാണ്. നമ്മളെ ഓരോരുത്തരും എപ്രകാരമാണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്, അതെല്ലാം കർത്താവിൻ്റെ കൃപയാൽ ആ നല്ല കുശവനായ ദൈവം നമ്മളെ നിർമ്മിച്ചതാണ്, അല്ലേ? പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം, ഓ ഞാൻ എന്താ ഇങ്ങനെ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ലല്ലോ, എന്നെക്കൊണ്ട് ഒന്നിനും പ്രാപ്തിയില്ലല്ലോ. ആമേൻ, സ്തോത്രം. മറ്റുള്ളവരും പലപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, നീ എന്താ ഇങ്ങനെ, അല്ലേ? ആമേൻ, സ്തോത്രം, നീ ഇങ്ങനെ ആയി പോയല്ലോ, നിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെയും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മുറിവേറ്റ വേദന നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടാകാം. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ കർത്താവ് നമ്മളെ പറഞ്ഞേക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ആമേൻ, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യാൽ നിർമ്മിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ നല്ല കുശവനായ ദൈവത്തിൻ്റെ കൈകളിൽ മെനയപ്പെട്ടവരാണ് നമ്മൾ, അല്ലേ? അവിടെ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കാണുവാണ്, അതായത് ഇത് കുശവൻ പാത്രങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് തൻ്റെ കയ്യിലിരുന്ന ആ ഒരു കളിമൺ എന്തായിപ്പോയി, ചീത്തയായിപ്പോയി. അതായത് താൻ ഉദ്ദേശിച്ച രീതിയിൽ അതാകാതെ വന്നു. ആമേൻ, സ്തോത്രം, ആ മൺകുടം. ഹല്ലേലൂയ. എങ്കിൽ ആമേൻ, സ്തോത്രം, ഞാനോ നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഒരു പക്ഷെ കുറേ ട്രൈ ചെയ്തിട്ടും അതൊക്കാതെ വരുമ്പോൾ നമ്മൾ ആ മണ്ണിനെ എന്ത് ചെയ്യും, എടുത്ത് കളയും. ഒന്നെങ്കിൽ നമ്മൾ അതിന് ചീത്തയായതുമ്പോൾ മാറ്റി വെക്കും. പക്ഷെ കർത്താവായ യേശുക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല, അല്ലേ? എത്രയോ ക്ഷമയുള്ള ദൈവം. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ഇവൻ ഇനിയും ഫലം കായ്ക്കും, അല്ലെങ്കിൽ ഒരു മാനപാത്രമാകുവാൻ കഴിയും. എൻ്റെ ഈ എൻ്റെ കൈകളിൽ ചീത്തയായ ഈ മൺപാത്രം അനേക മാനപാത്രമായി തീരും, അല്ലെങ്കിൽ അനേകർക്ക് വേണ്ടി ഉപയോഗമുള്ളൊരു മാനപാത്രമായി തീരും എന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെ നമ്മൾ ചീത്തയായി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും ഇതില്ലാതെ വരുമ്പോൾ, നമ്മൾ പാപം ചെയ്ത് അകലുമ്പോൾ വീണ്ടും വീണ്ടും കർത്താവ് നമ്മളെ എന്ത് ചെയ്യാണ്, കുശവൻ ആയ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പണിയുകയാണ്. ഹല്ലേലൂയ. അതിന് നമ്മളെ ദൂരെ അല്ലെങ്കിൽ നമ്മളെ ദൂരെ കളയാതെ വണ്ണം, അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് മാറ്റി വെക്കാതെ വണ്ണം തൻ്റെ കരത്തിൽ നമ്മളെ വീണ്ടും നല്ലൊരു മാനപാത്രമായി തീരും. അതായത് നമ്മളിലുള്ളൊരു പ്രതീക്ഷ ആ കുശവനായ കർത്താവിനുണ്ട്. നല്ല കുശവനായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ ചീത്തയായി പോയ സാഹചര്യങ്ങളിലും നമ്മളെ ഉപേക്ഷിക്കാതെ വണ്ണം വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നല്ല പാത്രങ്ങളാക്കി അനേകർ ഉപയോഗിക്കേണ്ട രീതിയിൽ, അനേക മേശപ്പുറങ്ങളിൽ അനേകർക്ക് ആമേൻ, സ്തോത്ര, ആഹാരം വിളമ്പുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവം എന്ത് ചെയ്യണം, അതുപോലെയുള്ളൊരു മാനപാത്രങ്ങളാക്കി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10 ഇപ്രകാരം ഒരു വചനമുണ്ട്. എബേസ് എന്നൊരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അവിടെ അറിയാം, അല്ലേ? എബേസ്, അവിടെ നമുക്കത് കറക്റ്റായിട്ട് അവിടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒന്നാണ്. എബേസ് എല്ലാവരേക്കാളും, തൻ്റെ സഹോദരന്മാരെക്കാളും മാന്യനായി തീർന്നു.
അവൻ സ്തോത്രം. ഒരു പക്ഷെ അവൻ ജനിച്ച ടൈമിൽ അതിന് നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 10 നമുക്കറിയാം, ഞാൻ അവനെ എന്ത് ചെയ്യുന്നു, വ്യസനത്തോടുകൂടെ പ്രസവിച്ച മകൻ എന്നാണ് ആദ്യം എബേസ് പറയുന്നത്. എബേസിനെ കുറിച്ച് അവിടെ പറയുന്നത് അല്ലേ. അവൻ്റെ അമ്മ അങ്ങനെയാണ് നമുക്കവിടെ എന്താണ് അവൻ്റെ അമ്മ പറയുന്നത്, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു, അവന് എബേസ് എന്ന് പേരിട്ടു. അപ്പോൾ അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വ്യസനപുത്രൻ എന്നാണല്ലോ. അപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? അപ്പോൾ ദൈവസന്നിധിയിൽ ആ ദൈവത്തിൻ്റെ കാര്യത്തിൽ താനൊരു മാന്യതയില്ലാത്തവണ്ണം ഒരു വ്യസനപാത്രമായി ജനിച്ചു അല്ലേ. സഹോദരങ്ങളുടെ മുമ്പിൽ, ഒരു പക്ഷേ നാട്ടുകാരുടെ മുൻപിൽ, അവൻ സ്തോത്രം തൻ്റെ ചുറ്റുപാടുകൾ മുഴുവനും താൻ എന്താണ് ഒരു വ്യസനപുത്രനായി ജനിച്ചു. ഹല്ലേലൂയ. പലർക്കും ഒരു വ്യസനപാത്രമായി താൻ തീർന്നു. എങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എബേസ് പ്രാർത്ഥിച്ച് സമർപ്പിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എബേസിനെ ഒരു മാനപാത്രമാക്കി തീർത്തു എന്ന് നമുക്ക് തിരുവെഴുത്ത് കാണാം അല്ലേ. ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചോ, ദൈവമേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. സ്തോത്ര, എൻ്റെ അതിർ വിസ്താരമാക്കി നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്നു അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം മറ്റുള്ളവർ അവനെ വ്യസനപുത്രനെന്ന് വിളിച്ചപ്പോൾ, വ്യസനപാത്രമായി കണ്ടപ്പോൾ, കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിലേക്ക് അവനെ സമർപ്പിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനെ എന്താക്കി തീർത്തു? ഒരു മാനപാത്രമാക്കി തീർത്തു, ഒരു മാന്യനാക്കി തീർത്തു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, പലപ്പോഴും നമ്മളെ നോക്കുമ്പോൾ സ്തോത്ര മറ്റുള്ളവരുടെ വാക്കുകളാൽ ഒരുപക്ഷെ നമുക്ക് നമ്മൾ വട്ടപൂജ്യമായിരിക്കും ഒരുപക്ഷെ. ഹല്ലേലൂയ. പലരും നമ്മളെ നോക്കി കളിയാക്കിയിട്ടുണ്ടാകാം. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ കണ്ണ് കാണുകയില്ല, അല്ലെങ്കിൽ നീ വൈകല്യമുള്ളവനാണ്. സ്തോത്ര. നിന്നെ ദൈവം എന്താണ് ഇങ്ങനെ നിർമ്മിച്ചത് എന്നൊക്കെയും പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടുകൂടി അവരോട് പറയാൻ കഴിയണം, എൻ്റെ ദൈവത്തിൻ്റെ കൈക്കുള്ളിൽ ഞാൻ എന്താണ് ഒരു മാന്യ പാത്രമാണ്. ആരെല്ലാം എന്നെ നോക്കി എന്തെല്ലാം പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, എന്തെല്ലാം വിധി അവരിൽ നിന്ന് വന്നോട്ടെ, പക്ഷേ ഹല്ലേലൂയ അതായത് അവരുടെ മുമ്പാകെ നമുക്ക് നിന്ന് പറയുവാൻ, അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും, എന്താണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ, എന്നെ നിർമ്മിച്ച കർത്താവ് എന്നെ നോക്കി പറയുന്നത് എന്താണ്? നീ ഒരു മാന്യപാത്രമാണ്. ഹല്ലേലൂയ. സ്തോത്ര. അപ്പം ഈ കുശവനെ ഏറ്റവും കൂടുതൽ എന്താണുള്ളത്? ക്ഷമ വേണം. ഈ കുശവൻ ആ ഒരു പണി ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും ക്ഷമ വേണം. പലപ്പോഴും ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, ചിലപ്പോൾ മണ്ണ് വൃത്തി എന്ത് ചെയ്യത്തില്ല, കുഴയുകയില്ല, ആ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ആകുകയില്ല. അപ്പം ഇതെല്ലാം വരുന്ന രീതിയിൽ വളരെ ശ്രേഷ്ഠകരമായി ചെയ്യുവാൻ ഒരു ക്ഷമ ഉള്ള ഒരു വ്യക്തിയാണ് കുശവൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എത്രയോ വട്ടം ആ ദൈവത്തിൻ്റെ കരത്തിൽ ഇരിക്കാതെ വണ്ണം, ഒതുങ്ങിക്കൊടുക്കാതെ വണ്ണം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ ആ കരങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം എന്തായി ഒരു നല്ലൊരു പാത്രമായി തീരുവാൻ നമ്മൾ പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, വിട്ടുകൊടുക്കാത്തൊരവസ്ഥ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അല്ലേ. നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ യേശുവപ്പ ഇന്ന കാര്യങ്ങളാണെങ്കിലും നിന്റെ ഹിതം എൻ്റെ, വെറും വാക്കുകൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് അത് പുറപ്പെടാറ്. മനസ്സിൻ്റെ അകത്തുനിന്ന് പലപ്പോഴും നമ്മളത് അങ്ങനെ പറയാറില്ല. പുറമേ പറയും, കർത്താവെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുമാണ് അല്ലേ. അപ്പോൾ ദൈവഹിതത്തിന് നമ്മൾ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് നടക്കുവാൻ കഴിയുകയില്ല. ദൈവം ഈ ബൈബിളിലാണെങ്കിലും അനേക വ്യവസ്ഥകൾ വെച്ച് നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാണ്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മൾ എന്താക്കി തീർക്കും? മാന്യമായി തീർക്കും. ഹല്ലേലൂയ. ആ 10 കൽപാത്രങ്ങളിൽ ദൈവം എന്ത് ചെയ്തു? വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവെഴുത്തല്ലേ. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കടന്ന കൽപാത്രങ്ങളെ അവൻ തേടി അതവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും അതിലൂടെ ഒരു ദൈവ പ്രവൃത്തിയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ ഓരോരുത്തരും മറ്റുള്ളവർ നോക്കുമ്പോൾ നീ ഒരു നീചപാത്രമാണ്, നിന്നെ എന്തിനു കൊള്ളാം,
അമ്മേ സ്തോത്രം, വീടിൻ്റെ പുറത്ത് വെക്കുവാനോ തട്ടിക്കളയുവാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടെന്ന് മാറ്റി വെക്കുവാനും പലരും നമ്മളെ നോക്കി അങ്ങനെയാണ് അവരുടെ കണ്ണിൽ കാണുന്നത് അല്ലേ. പക്ഷെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒതുക്കി കൊടുക്കുമ്പോൾ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് നമ്മളെ, ക്ഷമാശീലനായ നമ്മുടെ കർത്താവ് തൻ്റെ ഇഷ്ടത്തിന് നമ്മളെ എന്ത് ചെയ്യും? ഉരുവാക്കുവാനിടയായി തീരും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബിൽ ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, നീയല്ലോ എന്നെ മുഴുവനും ചമച്ചത്, നിന്റെ കൈയല്ലോ എന്നെ നിർമ്മിച്ചത്. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്, എന്നെ നിർമ്മിച്ച സൃഷ്ടാവായ ആ യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി ദൈവം എന്നെ മെനയുവാൻ, ദൈവത്തിന് ഉപകാരമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കി ദൈവം എന്നെ സ്തോത്രം മെനയുവാൻ ഞാൻ ദൈവ കരങ്ങളിലേക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ എബ്ബേസ് ഒരു നീച പാത്രമായിരുന്നു, ഒരു വ്യസന പാത്രമായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ. എങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഒരു മാന്യ പാത്രമാക്കി തീർത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ നോക്കിക്കൊണ്ട് അനേകർ വിധി എഴുതിയിട്ടുണ്ടാകാം. പലരും നിന്നെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടാകാം, നീ വെറും നീച പാത്രമാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്. ഹല്ലേലൂയ. എങ്കിൽ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വേണം, എന്നെ സൃഷ്ടിച്ച കർത്താവിൻ്റെ കരത്തിൽ ഞാൻ ഒരു മാന്യ പാത്രമാണ്. ഹല്ലേലൂയ. അനേകർക്ക് എന്നിലൂടെ അനേകരിലേക്ക് വചനം വിളമ്പുവാൻ, അനേകരുടെ വീട്ടുകളിലേക്ക് ഹല്ലേലൂയ വചനത്തെ നൽകുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്ന ഒരു മാന്യ പാത്രമാക്കി ദൈവം എന്നെ തീർക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ആ പാട്ട് നമ്മൾ അതായത് ആദ്യം നമ്മൾ പറഞ്ഞ നമ്മുടെ വക്കുടഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ചില സ്തോത്രം കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം അല്ലേ. നമ്മൾ വളഞ്ഞിരുന്നാലും ഹല്ലേലൂയ നമ്മളെ തൊട്ടവൻ ആരാണ്? നമ്മളെ നിർമ്മിച്ചത് ആരാണ്? ആ വല്ലഭനായ ദൈവമാണ് അല്ലേ. അപ്പം ആ വല്ലഭനായ ദൈവമാണ് നമ്മളെ ഓരോരുത്തരെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ, കുറച്ച് വക്കൊക്കെ ഒടിഞ്ഞിരുന്നാലും മനുഷ്യർ കളിയാക്കിക്കോട്ടെ, പക്ഷെ എന്നെയും നിന്നെയും തൊട്ടത് സ്തോത്രം മനുഷ്യരല്ല, എന്നെയും നിന്നെയും തൊട്ടത് ഹല്ലേലൂയ നമ്മുടെ ഈ മൺകൂടാരത്തെ തൊട്ടത് ആരാണ്? ആ വല്ലഭനായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ ആ തൃക്കരങ്ങളാലാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വചനം നമ്മളെ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും എന്നെ നിർമ്മിച്ചത് സർവശക്തനായ ദൈവമാണ്, ആ നല്ലവനായ കുശവനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ആ കുശവൻ്റെ കൈകളിലേക്ക്, അപ്പ എൻ്റെ ഇഷ്ടമല്ല, മനസ്സുകൊണ്ട് ദൈവത്തോട് പറയാ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പണിയണേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പണിത് ഹല്ലേലൂയ എൻ്റെ കുറവുകളെ മാറ്റി എന്നെ നല്ലൊരു മാന്യ പാത്രമാക്കി തീർക്കണമേ, അനേകർക്ക് എന്നിലൂടെ ഉപകാരം വരുന്ന രീതിയിൽ എന്നെ പണിയണമേ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം യേശുവിന് തോന്നുന്ന പോലെ നമ്മളെ ഉണ്ടാക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തും. ഹല്ലേലൂയ. ആകിയ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.